പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഡെവലപ്പ് ചെയ്ത ബേസിക് ട്രെയിനർ എയർക്രാഫ്റ്റ് ആണ് ഹിന്ദുസ്ഥാൻ ടർബോ ട്രെയിനർ 40. ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റുകൾക്ക് ബേസിക് ഫ്ലൈറ്റ് ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടിയാണ് HTT-40 ഡെവലപ്പ് ചെയ്തത്. ഏതൊരു എയർഫോഴ്സിൻ്റെയും ഏറ്റവും വലിയ സമ്പത്തെന്നത് അവരുടെ പൈലറ്റുകൾ തന്നെയാണ്. മികച്ച രീതിയിലുള്ള ട്രെയിനിങ് നൽകിയാൽ മാത്രമേ നല്ല ഒരു പൈലറ്റിനെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രെയിനർ എയർക്രാഫ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസറ്റാണ്. 2013 HTT-40 എന്ന ട്രെയിനർ എയർക്രാഫ്റ്റിന്റെ നിർമ്മാണം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ആരംഭിച്ചത്. 2016 ഫെബ്രുവരിയിൽ HAL ആദ്യത്തെ പ്രോട്ടോടൈപ്പ് പുറത്തിറക്കി. 2016 മെയ് മാസത്തിൽ ആദ്യത്തെ പരീക്ഷണ പറക്കലും നടത്തി. 2019 HTT-40 6 ടേൺ സ്പിൻ ടെസ്റ്റ് കേപ്പബിലിറ്റി വിജയകരമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ഒരു ട്രെയിനർ എയർക്രാഫ്റ്റിനെ സംബന്ധിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേപ്പബിലിറ്റിയാണ്. 6 ടേൺ സ്പിൻ ടെസ്റ്റ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റ് നിയന്ത്രണം വിട്ട് അന്തരീക്ഷത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുവാനും എയർക്രാഫ്റ്റ് കറങ്ങി താഴോട്ട് പതിക്കുമ്പോൾ 6 തവണയെങ്കിലും റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഇവയുടെ നിയന്ത്രണം തിരിച്ചെടുക്കുവാനും സാധിക്കണം. യുദ്ധസമയങ്ങളിൽ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾക്ക് അപകടങ്ങൾ സംഭവിക്കുകയോ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ അന്തരീക്ഷത്തിൽ നിന്നും താഴോട്ട് പതിക്കുകയും ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണമെന്ന് പൈലറ്റുകളെ ട്രെയിൻ ചെയ്യിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരമൊരു കേപ്പബിലിറ്റി ട്രെയിനർ എയർക്രാഫ്റ്റുകൾക്ക് നൽകുന്നത്. 2021 ആഗസ്റ്റിൽ HTT-40 സ്പിൻ സർട്ടിഫിക്കേഷൻ ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് പൂർത്തിയാക്കി. 2022 ഡിഫൻസ് എക്സ്പോയിൽ 70 HTT-40 എയർക്രാഫ്റ്റുകൾ വാങ്ങുന്നതിനുള്ള കരാർ ഇന്ത്യൻ എയർഫോഴ്സ് HAL-യുമായി ഒപ്പുവെച്ചു. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ വർഷം സെപ്റ്റംബർ മാസം മുതൽ HTT-40 എയർക്രാഫ്റ്റുകളുടെ ഡെലിവറി ആരംഭിക്കും. 6 വർഷം കൊണ്ട് 70 HTT-40 എയർക്രാഫ്റ്റുകളും ഇന്ത്യൻ എയർഫോഴ്സിന് HAL കൈമാറും. 70 എയർക്രാഫ്റ്റുകൾ കൈമാറിയതിനു ശേഷം 36 അഡീഷണൽ HTT-40 എയർക്രാഫ്റ്റുകൾ കൂടി വാങ്ങും. ഇന്ത്യൻ എയർഫോഴ്സിന് ഇത്തരത്തിലുള്ള 200-ലധികം ബേസിക് ഫ്ലൈറ്റ് ട്രെയിനർ എയർക്രാഫ്റ്റുകൾ ആവശ്യമുണ്ട്. HTT-40 ഫസ്റ്റ് സ്റ്റേജ് പൈലറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ബേസിക് ജെറ്റ് ട്രെയിനർ അഥവാ BJT എന്നാണ് ഇതിന് പറയുക. രണ്ടാമത്തെ സ്റ്റേജാണ് ഇന്റർമീഡിയറ്റ് ജെറ്റ് ട്രെയിനിങ് അഥവാ IJT. HAL തന്നെ ഡെവലപ്പ് ചെയ്ത ഇന്റർമീഡിയറ്റ് ജെറ്റ് ട്രെയിനറാണ് HJT-36 യശസ്. മൂന്നാമത്തെ സ്റ്റേജ് ട്രെയിനിങ് ആണ് അഡ്വാൻസ്ഡ് ജെറ്റ് ട്രെയിനിങ്, AJT എന്നാണ് ഇതിന് പറയുന്നത്. HLFT-42 എന്ന പേരിൽ HAL ഇത്തരം ട്രെയിനറുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറാണ് HLFT-42. UK-യുടെ HAK 132 അഡ്വാൻസ്ഡ് ജെറ്റ് ട്രെയിനർ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുമുണ്ട്. ഇങ്ങനെ 3 സ്റ്റേജ് ട്രെയിനിങ്ങിനും ആവശ്യമായിട്ടുള്ള ട്രെയിനർ എയർക്രാഫ്റ്റുകൾ നിലവിൽ ഇന്ത്യക്കുണ്ട്. 3 സ്റ്റേജ് ട്രെയിനിങ്ങും പൂർത്തിയാക്കിയാൽ മാത്രമേ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഉപയോഗിക്കുവാൻ പൈലറ്റുകൾക്ക് സാധിക്കുകയുള്ളൂ. ആവശ്യമെങ്കിൽ ഇത്തരം ട്രെയിനർ എയർക്രാഫ്റ്റുകളിൽ വെപ്പൺസ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തുവാനും ഉപയോഗിക്കാം. ശത്രുക്കളുടെ UAV-കൾ, കമിക്കാസെ ഡ്രോണുകൾ, ലോങ് റേഞ്ച് ലോയിറ്ററിംഗ് മ്യൂണിഷൻ എന്നിവയെ നശിപ്പിക്കുവാൻ ഈ ട്രെയിനർ എയർക്രാഫ്റ്റുകൾ അനുയോജ്യമാണ്. ഇറാൻ-ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാന്റെ ഷഹീൻ ഡ്രോണുകളെ ഹെലികോപ്റ്ററുകളും എയർക്രാഫ്റ്റുകളും ഉപയോഗിച്ച് ഇസ്രായേൽ വെടിവെച്ചിട്ടിരുന്നു. HTT-40 എയർക്രാഫ്റ്റിൽ ആവശ്യമെങ്കിൽ ഗൺ, റോക്കറ്റ്, ബോംബ് എന്നിവയൊക്കെ ഘടിപ്പിക്കുവാനും സാധിക്കും. HTT-40, HGT-36, HLFT-42 എന്നീ ട്രെയിനർ എയർക്രാഫ്റ്റുകളിലൂടെ ട്രെയിനർ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തരം എയർക്രാഫ്റ്റുകളുടെ നിർമ്മാണത്തിലൂടെ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് ലഭിക്കുന്നത്. ഇത്തരം ട്രെയിനർ എയർക്രാഫ്റ്റുകൾക്ക് വളരെ വലിയ എക്സ്പോർട്ട് പൊട്ടൻഷ്യലും ഉണ്ട്. HLFT-42 പോലെയുള്ള എയർക്രാഫ്റ്റുകളെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്ന നിലയിൽ തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് നൽകുവാൻ സാധിക്കും. താരതമ്യേന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് വളരെ അനുയോജ്യമായിരിക്കും HLFT-42 പോലെയുള്ള എയർക്രാഫ്റ്റുകൾ. HLFT-42വിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം. മറ്റ് 2 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ചുള്ളതാണ്. ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് 2 അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് ബ്രഹ്മോസ് മിസൈലിൻ്റെയും നിലവിൽ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മോസ് NG മിസൈലിൻ്റെയും റാംജെറ്റ് എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാനുള്ള ചർച്ചകൾ റഷ്യയുമായി നടക്കുന്നു എന്ന വിവരമാണ്. നിലവിൽ ബ്രഹ്മോസിന്റെ റാംജെറ്റ് എഞ്ചിൻ റഷ്യയിൽ നിന്നുമാണ് വരുന്നത്. ഇവ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാനാണ് ബ്രഹ്മോസ് എയ്റോസ്പേസ് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മോസിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് റാംജെറ്റ് പോലുള്ള എഞ്ചിനുകൾ ഇന്ത്യക്ക് സ്വന്തമായി നിർമ്മിക്കുവാൻ സാധിക്കും. എന്നാൽ ഒരു ജോയിന്റ് വെഞ്ചർ ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മാത്രമായി ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല.
യു.പിയിലെ ലക്നൌവിൽ ആരംഭിച്ച ഡിഫൻസ് കോറിഡോറിലായിരിക്കും ബ്രഹ്മോസ് എഞ്ചിനുകൾ നിർമ്മിക്കുക. ബ്രഹ്മോസിന്റെ എഞ്ചിൻ കൂടി ഇന്ത്യയിൽ നിർമ്മിക്കുന്നതോടെ ബ്രഹ്മോസ് മിസൈൽ ഏറെക്കുറെ പൂർണ്ണമായും ഇന്ത്യനായി മാറും. ബ്രഹ്മോസ് മിസൈൽ എക്സ്പോർട്ട് ചെയ്യുന്നതിനും ഇതൊരു വലിയ പോസിറ്റീവ് ഘടകമായി മാറും. ബ്രഹ്മോസുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് ഫിലിപ്പൈൻസ് കൂടുതൽ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുവാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നത്. ഫിലിപ്പൈൻസിന് ബ്രഹ്മോസിന്റെ പെർഫോമൻസ് വളരെ ഇഷ്ടമായിരിക്കുന്നു. 9 ബ്രഹ്മോസ് കോസ്റ്റൽ മിസൈൽ ബാറ്ററികൾ കൂടി വാങ്ങുവാൻ ഫിലിപ്പൈൻസ് തയ്യാറെടുക്കുകയാണ് എന്ന വിവരം മാക്സ് ഡിഫൻസ് എന്ന ഫിലിപ്പൈൻസ് ചാനലാണ് പുറത്തുവിട്ടത്. നിലവിൽ 3 ബ്രഹ്മോസ് കോസ്റ്റൽ മിസൈൽ ബാറ്ററികളാണ് ഫിലിപ്പൈൻസ് വാങ്ങിയിരിക്കുന്നത്. ഓരോ മിസൈൽ ബാറ്ററിയിലും മിസൈൽ ഫയറിംഗ് യൂണിറ്റ്, കമാൻഡ് വെഹിക്കിൾ, ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക് സപ്പോർട്ട്, സർവൈലൻസ് ആൻഡ് ടാർഗറ്റിംഗ് പ്ലാറ്റ്ഫോം എന്നിങ്ങനെ പല കമ്പോണന്റുകൾ ഉണ്ടാകും. സാധാരണഗതിയിൽ ഒരു ബ്രഹ്മോസ് മിസൈൽ ബാറ്ററിയിൽ 3 മുതൽ 4 വരെ മിസൈൽ ഫയറിംഗ് യൂണിറ്റ് കാണും. ഇവയിൽ 3 ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ടാകും. അതായത് ഒരു ബാറ്ററിയിൽ 9 മുതൽ 12 വരെ ബ്രഹ്മോസ് മിസൈലുകളായിരിക്കും ഉണ്ടാവുക. ബ്രഹ്മോസ് വളരെ വിലയേറിയ ഒരു മിസൈലാണ്. അതുകൊണ്ട് തന്നെ ഫിലിപ്പൈൻസ് ഇത്രയധികം മിസൈലുകൾ വാങ്ങുമോ എന്നുള്ള കാര്യം കരാർ ഒപ്പുവെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.